വിക്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രം ഉറങ്ങാതെ ഇരിപ്പുണ്ട്. വിക്രമിന്റെ അരികിലേക്ക് വരുവാ. ഇത് കണ്ട് വിക്രം വേദയെ നോക്കുന്നുണ്ട്. വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, എന്നോടൊരു വാക്ക് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ, ആരോടും പറയാതെ ഞാൻ തരുവായിരുന്നല്ലോ. വിക്രം എന്തിനാ ആരും കാണാതെ ആ വള എടുത്ത്? വിക്രം ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ വിക്രം? വിക്രം അപ്പൊ പറയുന്നുണ്ട്, ഞാൻ എന്തു പറയാനാ, നീ എല്ലാം കണ്ടതല്ലേ, ആ വള ഞാനാണ് എടുത്തതെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞതല്ലേ, നീ എന്തിനാ നീ ഇത് ചോദിക്കുന്നത്? അപ്പൊ പറയുന്നുണ്ട്, നിനക്ക് പറയാൻ ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ നീ ഒരു കാര്യം മനസ്സിൽ വെക്ക് വിക്രം, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും നിന്നെ കുറ്റം പറഞ്ഞപ്പോഴും നിന്റെ ഉള്ളിൽ ഒരു അഭിമാനം ഉണ്ടായിരുന്നു. നിന്നെ താലികെട്ടിയ ഭർത്താവ് ഏതാപത്തിലും നിന്നെ സംരക്ഷിക്കും എന്നൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. ആ വിശ്വാസവും നീ തെറ്റിക്കോ വിക്രം? വിക്രം അപ്പൊ വേദയുടെ മുഖത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ഗുണ്ടയും കള്ളനുമായ എന്നെ നിനക്ക് സ്നേഹിക്കാൻ കഴിയോ? ഭർത്താവായി കാണാൻ കഴിയോ? എന്റെ മുന്നിൽ ഞാൻ വെറും വട്ടപ്പൂച്ചയോ? എന്തിനാ വെറുതെ നിന്റെ ജീവിതം നീ നശിപ്പിക്കുന്നത്? നിന്റെ വീട്ടിലേക്ക് നിനക്ക് തിരികെ പൊക്കൂടെ? വിക്രം ചോദിക്കോ വേദയോട്. അപ്പോൾ വേദ വിക്രമിനോട് പറയുന്നുണ്ട്, ഓ അതിനു വേണ്ടിയിട്ടാണോ നീ ഇത് കാണിച്ചത്? എന്റെ വള എടുത്തിട്ട് പോയത്? എന്നോട് പോലും ഒരു വാക്ക് ചോദിക്കാതെ ഇല്ലേ ആ വള കൊണ്ടുപോയത്? പിന്നെ എന്തിനാ തിരിച്ചു കൊണ്ടുവന്നത്? നീ അപ്പോ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നോ ഈ നാടകം കാണിച്ചത്? വിക്രം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എന്താ ഇതിന് മറുപടി ഇല്ലേ പറയാൻ? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇല്ല, എനിക്കിതിന് മറുപടി ഇല്ല, നീ പൊക്കോ, പോയി കിടന്നുറങ്ങ്. വിക്രം വേദയോട് പറയും, വിക്രം എന്താണെന്നോ ആ മനസ്സ് എന്താണെന്നോ എനിക്കറിയാം. വിക്രം ഇനി എന്തൊക്കെ കാണിച്ചാൽ ഈ താലി എപ്പോഴും എന്റെ കഴുത്തിൽ കാണും. വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ടും പോവില്ല. വിക്രമിന്റെ ഭാര്യയായിട്ട് തന്നെ ഞാൻ ഇവിടെ ജീവിക്കും. വിക്രം അപ്പൊ വേദയെ നോക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോവുക. അതിനുശേഷം വിക്രം ചിന്തിക്കുന്നുണ്ട്, വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. വിക്രമിന്റെ വീട്ടിൽ ഓട്ടോയിൽ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. അത് വിക്രമിന്റെ മുറപ്പെണ്ണ. വരുന്ന സമയത്ത് വേദ തുണി വിരിച്ചുകൊണ്ട് നിൽക്കുക. വേദ നോക്കുന്നുണ്ട്. ആ പെൺകുട്ടി വേദയെ ദേഷ്യത്തിൽ നോക്കിയിട്ട് വീട്ടിലോട്ട് പോവാ. കമലപ്പ കാണുന്നുണ്ട്. എന്ന് ചോദിക്കുന്നുണ്ട്, ആ നീയാണോ? എന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞോ? നീ എന്നാ തിരിച്ചു പോകുന്നത്? എന്നിട്ട് ഒത്തിരി നാളായി, എല്ലാരും സുഖമായിട്ടിരിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുട്ടി ചോദിക്കുന്നുണ്ട്, ആരാൻറ്റി? കമലപ്പ മാഷിന്റെ മുഖത്ത് നോക്കുക. അപ്പോഴേക്ക് ആ കുട്ടി മാഷിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വായിക്കാനായിട്ട് ഒത്തിരി ബുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് ക്ഷീണിച്ചു പോയി. അപ്പൊ പറയുന്നുണ്ട്, അത് വയസ്സായില്ലേ? എന്നിട്ട് മാഷിനോട് ചോദിക്കുന്നുണ്ട്, ആരാ ആ പെൺകുട്ടി? ഇതേ നോക്കി ചോദിക്കും. കമലപ്പ പറയുന്നുണ്ട്, ഇത് വിക്രമിന്റെ ഭാര്യയെ. എപ്പോഴേക്കും ശ്രീജി നന്ദിനി അവിടെ വരുവാ. എല്ലാരോടും സുഖാണോ എന്നൊക്കെ ചോദിക്കും. വേദയെ നോക്കി ചോദിക്കുന്നുണ്ട്, വിക്രമിന്റെ ഭാര്യ? എപ്പോഴേക്കും വേദ അവരുടെ അടുത്തേക്ക് വരുവാ. വേദ നോക്കി ചിരിക്കുന്നുണ്ട്. കുട്ടി പറയുന്നുണ്ട്, വിക്രമിന്റെ കല്യാണ കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, അതല്ലേ വിക്രമിന്റെ പുറകെ നടന്നത്? ഇത് കേട്ട് കമലം വേദയുടെ മുഖത്ത് നോക്കുക. അപ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട്, എല്ലാരും അവന്റെ പുറകെ നടക്കുക. വിക്രം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതൊന്നുമല്ല, അവനൊരു അബദ്ധം പറ്റിയതാ, ആരും അവളെ അംഗീകരിച്ചിട്ടില്ല വിക്രമിന്റെ ഭാര്യയായി. കുട്ടി പറയുന്നുണ്ട്, അബദ്ധം പറ്റിയതോ? എന്താ നന്ദിനേച്ചി അങ്ങനെ പറഞ്ഞ്? നന്ദിനി അപ്പൊ പറയുന്നുണ്ട്, നിനക്ക് വഴിയെ മനസ്സിലാവും, ഇവിടെ കുടുംബത്തിന് ചേർന്നത് രാധയാ. കേട്ട് വേദാകെ വാടി നിൽക്കുക. കുട്ടി വേദയോട് ചോദിക്കുന്നു, വിക്രമിനെ ഇഷ്ടപ്പെട്ടാണോ കല്യാണം കഴിച്ചത്? വേദ അപ്പൊ പറയുന്നുണ്ട്, ഇഷ്ടോ ഇഷ്ടക്കേടൊക്കെ നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്, ദൈവങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ദൈവങ്ങൾ ഒന്നാക്കിയതാ എന്നെ വിക്രമിനെ. ഇതാ ഈ കഴുത്തി കിടക്കുന്ന താലി, മഹത്വം ഞാൻ കാത്തു സൂക്ഷിക്കും. കേട്ട് വേദയെ നോക്കി ചിരിക്കുക. നന്ദിനി പുച്ഛത്തോടെ വേദയെ നോക്കുക. എന്നിട്ട് ആ കുട്ടി പറയുന്നുണ്ട്, ഇവിടെ എനിക്ക് ദേഷ്യമായിരുന്നു ആദ്യം തോന്നിയത്, അതൊക്കെ കിട്ടേണ്ട സൗഭാഗ്യം തട്ടിപ്പറിക്കാൻ വന്ന ഒരാളായിട്ടാ എനിക്ക് തോന്നിയത്. പക്ഷെ ഇപ്പോ അങ്ങനെയല്ലാന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വേദയെ ഒരുപാട് ഇഷ്ടമാണ്, നല്ല കുട്ടിയാട്ടോ. അപ്പോഴേക്കും വിക്രമിന്റെ പുറത്ത് നിൽക്കുക. കണ്ടെല്ലാരും നോക്കണുണ്ട്. അപ്പൊ മാഷ് പറയുന്നുണ്ട്, ഇപ്പോൾ വീട്ടിൽ നിന്ന് മോഷണം തുടങ്ങിയിട്ടുള്ളൂ, നാളെ ചിലപ്പോ അത് പുറത്തുനിന്ന് ആരംഭിക്കും. ഒന്നും മനസ്സിലാവാത്തതുപോലെ വിക്രമിന്റെ മുറപ്പെണ്ണ് നോക്കണുണ്ട്. വിക്രം ഇത് കേൾക്കുന്നുണ്ട്. കുട്ടി ഓടി വിക്രമിന്റെ അടുത്തേക്ക് പോവുക. വിക്രം ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാ വന്നേ? ഈ ശബ്ദം കേട്ടാ ഞാൻ നോക്കിയത്. കുട്ടി പറയുന്നുണ്ട്, നീ ഞങ്ങളൊക്കെ അറിയാതെ കല്യാണമൊക്കെ കഴിച്ചല്ലേ? എല്ലാം കേട്ടപ്പോൾ എനിക്ക് ആദ്യം ദേഷ്യം തോന്നിയത് ആ കുട്ടിയോട്, ആദ്യം നീ പറ്റിച്ചു എന്ന് ഞാൻ കരുതി. പക്ഷെ ഇപ്പൊ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, കുട്ടി ഒരു പാവം നല്ല കുട്ടിയാ, എനിക്ക് നന്നായി ചേരും, നല്ല സംസാരവും സുന്ദരി കുട്ടി, എനിക്ക് നല്ല മേച്ചാവും. വിക്രം അപ്പൊ പറയുന്നുണ്ട്, വേറെ ഒന്നും പറയാനിപ്പോ ആ കുട്ടി പറയുന്നുണ്ട്, ഈ വീട്ടിലൊരു പുതിയ അതിഥി വന്നതല്ലേ ഭാര്യ, കുട്ടിയെ കുറിച്ചല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്, എന്താ അത് ഇഷ്ടപ്പെടാത്തതുപോലെ? ഇഷ്ടപ്പെട്ടല്ലേ അവളെ കല്യാണം കഴിച്ചേ? അപ്പൊ വേദയെ നോക്കണുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, ഇപ്പൊക്കോ ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് എല്ലാരും അകത്തേക്ക് പോവുക. കമലം ചായയൊക്കെ കൊടുക്കുക. ഇതേപ്പോ ചോദിക്കുന്നുണ്ട്, ആരുടെ ചായ അമ്മേ? കമലപ്പം പറയുന്നുണ്ട്, ഇത് വിക്രമിന്റെയാ, ഞാൻ കൊണ്ട് കൊടുക്കുന്നില്ല. ഇതേപ്പോ പറയുന്നുണ്ട്, ഞാൻ കൊണ്ട് കൊടുക്കാം. കമലം പറയുന്നുണ്ട്, വേണ്ട മോളെ, ചേച്ചിയോ നന്ദിനിയോ കൊണ്ടു കൊടുക്കും. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, വിക്രമിന് ചായ കൊണ്ട് കൊടുക്കേണ്ടത് ഇതയല്ലേ, ഇത് കൊണ്ടു കൊടുക്കട്ടെ. ഇത ചിരിച്ചുകൊണ്ട് ആ ചായ കൊണ്ട് പോവുക വിക്രമിന്റെ റൂമിലോട്ട്. വിക്രം കട്ടിലിരിപ്പുണ്ട്. ഇത പറയുന്നുണ്ട്, ഇതാ ചായ. വിക്രം അപ്പൊ വേദയുടെ മുഖത്ത് നോക്കുന്നുണ്ട്. വിക്രം ചായ വാങ്ങുക. വേദ അപ്പൊ ചോദിക്കുന്നുണ്ട്, ഇന്നലെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ചായ കൊണ്ടുവന്നപ്പോ എന്ത് ദേഷ്യമായിരുന്നു, ഇന്നെന്താ ആ ദേഷ്യമൊന്നും കാണുന്നില്ല, എന്ത് പറ്റി? അല്ലെങ്കിൽ 100 നാവാണല്ലോ എന്നെ കാണുമ്പോൾ. ഇപ്പോൾ ഒന്നും പറയാനില്ലേ? വിക്രം ഒന്നും മിണ്ടുന്നില്ല. ഇതേ അപ്പൊ തിരിഞ്ഞു പോവുക. വിക്രം അപ്പൊ വിളിക്കുന്നുണ്ട്, ഏതേ? ഇത് കേട്ട് പെട്ടെന്ന് നോക്കുക ഇതാ വിക്രമിന്റെ മുഖത്ത്. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കാവോ, എനിക്ക് സംസാരിക്കാനുണ്ട്. ഇത് കേട്ട് ഒരു നിമിഷം വേദ അങ്ങനെ മുഖത്ത് നോക്കി നിൽക്കുക വിക്രമിന്റെ. ഇതോ ആകാംക്ഷയോടെ നോക്കുക. ഇതേ അപ്പൊ പറയുന്നുണ്ട്, വിക്രം പറഞ്ഞോ, ഞാൻ കേൾക്കാം. വിക്രം അപ്പൊ പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഞാനൊരു അധികപ്പറ്റ റൗഡിയും തെമ്മാടിയുമാ, ഞാൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാ, കള്ളനാ.
എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. എല്ലാം അറിഞ്ഞിട്ടും നീ എന്തിനാ കഴുത്തിലാ താലിയുമായിട്ട് നടക്കുന്നേ? എന്തിനാ നിന്റെ ജീവിതം നീ നശിപ്പിക്കുന്നേ? നിനക്ക് നല്ലൊരു ഭാവിയുള്ളതാ. ഇപ്പോഴോ ദേഷ്യത്തിന്റെ പുറത്ത് ഞാൻ അറിയാതെ കെട്ടിപ്പോയത് ആ താലി. നീ ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേദയപ്പോൾ ഒന്നും പറയാതെ വിക്രമിന്റെ മുഖത്ത് നോക്കുക. വിക്രം ചോദിക്കുന്നുണ്ട്, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താ തിരിച്ചൊന്നും പറയാത്തെ? വേദയപ്പോ പറയുന്നുണ്ട്, ഞാൻ എന്ത് പറയണം? ഇത് നിങ്ങൾ 100 വട്ടം പറയുന്ന കാര്യമല്ലേ? എനിക്കിതൊന്നും കേട്ടിട്ടൊന്നും തോന്നുന്നില്ല. താലി പൊട്ടിച്ച് പോവാനാണെങ്കിൽ എനിക്കത് എന്നെ ആവാമായിരുന്നു. ഞാൻ പോയില്ലല്ലോ, ഇനി പോവാനേ ഉദ്ദേശിക്കുന്നില്ല. വിക്രം കുറച്ചു മുന്നേ പറഞ്ഞില്ലായിരുന്നു ഔടിയാണ്, തെമ്മാടിയാണ്, വീട്ടുകാർക്ക് ഇഷ്ടമില്ല എന്നൊക്കെ. ആരാ അങ്ങനെ ആക്കിയത്? വിക്രമല്ലേ? വിക്രമിന് മാറാൻ സാധിക്കും. ഈ സ്വഭാവം എല്ലാം നിർത്തിക്കൂടെ വിക്രം? വേദ ചോദിക്കുക. വിക്രം ഒന്നും മിണ്ടുന്നില്ല. വേദ പറയുന്നുണ്ട്, വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞ് നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അച്ഛനെ വിട്ടു പോവോ? വിക്രം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ വിക്രമിന്റെ ഉള്ളിൽ ഉണ്മയുള്ള ഒരു മനസ്സുണ്ടെന്ന് എനിക്കറിയാം. അത് ഞാൻ കണ്ടവള, മനസ്സിലാക്കിയതാ ഞാൻ. ആരോടും ഒന്നും പറയാതെ തന്നെ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് വിക്രം. ആരെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ ഇത് നേരിന് വേണ്ടിയിട്ടാ. വിക്രമിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു ഭാര്യയുടെ അധികാരത്തോടെ പറയുന്നതല്ല, ഇഷ്ടം കൊണ്ട് പറയുന്നതാ. അമ്മയ്ക്കും അച്ഛനും ഇഷ്ടപ്പെടുന്ന ഒരു മോനായിക്കൂടെ? ഒരുപാട് പഠിച്ചതല്ലേ, ആ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൂടെ വിക്രമിന്? ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വിക്രമിന്റെ ഉള്ളിൽ വേദയോട് ഒരുപാട് സ്നേഹം തോന്നുന്നു.